വയനാട് മേപ്പടി മുണ്ടകയിൽ ഉണ്ടായ വൻ ഉരുൾപൊട്ടലിൽ ഇതുവരെ 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകളും ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വായുസേനയുടെ ഹെലികോപ്റ്ററുകളും വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും 400-ലധികം കുടുംബങ്ങളെയാണ് ബാധിച്ചതെന്ന പ്രാഥമിക നിഗമനമുണ്ട്. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കെ മന്ത്രിമാരായ കെ രാജൻ, OR കേളു എന്നിവർ വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, സിവിൽ ഡിഫൻസ് ഫോഴ്സ്, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുടെ 250 അംഗ വയനാട് ചുരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരികയാണ്. NDRFിന്റെ കൂടുതൽ ടീമിനെ സംഭവസ്ഥലത്തേക്ക് ഉടൻ എത്തിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ദുരന്തത്തെ തുടർന്ന് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. 4 മണിയോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. നിരവധി വാഹനങ്ങളും ഒഴുകിപ്പോയിട്ടുണ്ട്. ചൂരൽമലയിലെ പാലം തകർന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരിക്കുകയാണ്. മുണ്ടക്കൈ, അട്ടമല പ്രദേശങ്ങളിലെ പ്രധാന പാലമാണ് തകർന്നത്. അപകടത്തിന്റെ വ്യാപ്തി ഇനിയും പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. എങ്കിലും പുറത്തുവരുന്ന ചിത്രങ്ങളിൽ നിന്നും എത്രത്തോളം അതിന് രൂക്ഷത ബാധിച്ചിട്ടുണ്ടെന്നും വ്യക്തമാണ്. രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്ററിന്റെ സഹായവും തേടിയിട്ടുണ്ട്. 16 പേർ മേപ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 2019-ൽ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയ്ക്ക് സമീപമാണ് ഈ മുണ്ടക്കൈ എന്ന സ്ഥലം. കൂടാതെ കോഴിക്കോട് ജില്ലയിലെ 4ഇടത്ത് ഉരുൾപൊട്ടലുണ്ടായതായും പറയുന്നുണ്ട്. മഞ്ഞച്ചിളി, മാടാഞ്ചേരി പാലം എന്നിവിടങ്ങളിലാണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത്. വയനാട് ജില്ലയിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാവാൻ 9656938689 8086010833 എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.